അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഡോക്ടർ ഹാരിസ് അദ്ദേഹം അതായത് പേഷ്യൻസിൻ്റെ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ചില ഡോക്ടേഴ്സെങ്കിലും ഇപ്പോൾ സർജറിയൊക്കെ ആണെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്നതായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട്, ഡോക്ടേഴ്സിനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള ഒരു ആക്ഷേപമില്ല, അന്നും ഇല്ല ഇന്നും ഇല്ല. ഈ ഡോക്ടർ ഹാരിസിനെ വാസ്തവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ഈ സർക്കാരാണ്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായി. അന്ന് ഞാനൊരു അന്വേഷണ സമിതിയെ നിയോഗിച്ചു. ആ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ വകുപ്പ് മേധാവിയെ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തു ആ തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചപ്പോൾ ഇവിടെ നമുക്ക് ഒരു യൂറോളജിയിൽ ഒരു പ്രൊഫസർ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നന്നായി പ്രവർത്തിക്കുന്ന, അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ ഹാരിസ് ഉള്ളത്, അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 2 വർഷം മുൻപ് ഞാൻ തന്നെയാണ്, ഈ സർക്കാരാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണ സമിതി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണ സമിതി ഇതിൻ്റെ ഉള്ളടക്കം മുഴുവൻ പരിശോധിക്കും, എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും. ഇന്നോ നാളെയോ, ഇന്ന് കിട്ടും തോന്നില്ല, നാളെ അവരുടെ റിപ്പോർട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്താണ് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.